നമസ്കാരം. പേൾ മില്ലറ്റ് അല്ലെങ്കിൽ ബാജ്ര എന്നൊക്കെ പറയുന്ന കമ്പ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന 3 റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ സാധാരണ അടയുടെ ഒരു മോഡലുള്ളതാണ്. എന്നാൽ നമുക്കിതിന് വാഴയില ആവശ്യമില്ല. അപ്പോൾ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ നമുക്ക് കുട്ടികളോ സ്കൂളിൽ നിന്ന് വരുമ്പോൾ 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചൂടുകട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് കമ്പ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഓർഗാനിക് സ്പ്രൗട്ടഡ് പേൾ മില്ലറ്റ് ഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്. ഷോപ്പിൽ വാങ്ങുന്നതാണ്. അപ്പോൾ അവരുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം. ഒരു 10 മിനിറ്റിന് മുകളിൽ എടുക്കും. അപ്പോൾ ഏകദേശം ഒരു സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. ഇനി ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മധുരം റെഡിയാക്കി എടുക്കണം. മധുരത്തിന് വേണ്ടി ഞാനിവിടെ പനഞ്ചക്കരയാണ് ഉപയോഗിക്കുന്നത്. നല്ല വലിയ പീസുകളാണ്. അപ്പോൾ ഒരു കപ്പിൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടാവും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് അലിഞ്ഞ് വരട്ടെ. നമ്മൾ വറുത്ത് വെച്ച പൊടിയിലേക്ക് ഞാനൊരു കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഏലക്കാപ്പൊടി ചുക്കുപൊടിയൊക്കെ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. അലിയിച്ചെടുത്ത പനഞ്ചക്കര ഞാനൊന്ന് അരിച്ചെടുത്തിരുന്നു. അതിനി കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ കുറച്ച് കട്ടിയായിട്ട് തന്നെ വേണം. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. ഇനി ഇത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് മധുരം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ മധുരം കുറച്ചിട്ട് വെള്ളം ആവശ്യത്തിന് ചേർത്ത് ഇതുപോലെ കുഴച്ചെടുത്താലും മതി. പൂർണ്ണമായും മധുരം ഒഴിവാക്കേണ്ടവർക്കാണെങ്കിൽ ഈ കമ്പിൻ്റെ പൊടിയും നാളികേരവും വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇനി ഒരു റെസിപ്പി ആയിട്ട് ചെയ്ത് കാണിക്കാം. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കണം. അതിനായി ഞാനിവിടെ ദോശത്തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഉരുളയെടുത്ത് കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. മില്ലറ്റിൽ ഗ്ലൂട്ടൻ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അധികം കട്ടി കുറച്ച് പരത്താതെ ഇരിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് ചെറുതായിട്ടൊന്നായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പതുക്കെ ഇതൊന്ന് മറച്ചിടാം. അപ്പോൾ ഈ ഒരു സൈഡ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡ് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ ആക്കി എടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാനും പറ്റിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. കമ്പ് അല്ലെങ്കിൽ പേൾ മില്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ള ദോശയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ അരിയോ അവിലോ ഒന്നും ചേർക്കാതെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കിയെടുക്കുകയാണ് മില്ലറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ബാജ്ര പേൾ മില്ലറ്റ്, കമ്പ് എന്ന് പറയാം മലയാളത്തിൽ. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ദോശ തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് കമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ആദ്യം കഴുകിയെടുക്കാം. മില്ലറ്റ്സിൽ പൊതുവെ വെള്ളത്തിൽ അലിയുന്ന ഫൈബറുകൾ ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3-4 പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിലുള്ള ഫൈബർ കുറേയൊക്കെ ഈ വെള്ളത്തിൽ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് മില്ലറ്റ് പതുക്കെ ഒരു പ്രാവശ്യമേ കഴുകാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം കളഞ്ഞ് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുതിർക്കാനായിട്ട് വെക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഇത് കുതിർത്തെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് മില്ലറ്റിന് 1/2 കപ്പ് ഉഴുന്ന്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് ഇതും കുതിർത്താനായിട്ട് വെക്കണം. ഈ മില്ലറ്റും ഉഴുന്നും കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 7 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിന് അരച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഉഴുന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർക്കുന്നില്ല, നമ്മൾ ഈ ഉഴുന്ന് മാത്രമാണ് ഞാൻ ചേർക്കണേ. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഉഴുന്ന് ഒരുവിധം അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഇതിലേക്ക് കമ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കുതിർത്തെടുത്ത എല്ലാ കമ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്നും കമ്പും സെപ്പറേറ്റ് ആയിട്ട് നന്നായി അരച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈ രീതിയിലും ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് കുറച്ചുള്ളത് കൊണ്ട് മിക്സിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രൈൻഡറിൽ ചെയ്യാവുന്നതാണ്. ഇത് വേണമെങ്കിൽ ഡബിൾ ആക്കിയിട്ട് ചെയ്യാം. അതായത് 3 കപ്പ് മില്ലറ്റും 1 കപ്പ് ഉഴുന്നും വെച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇത് ഏകദേശം ഈ അളവിൽ ഒരു 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ ഈ മാവ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മില്ലറ്റും ഉഴുന്നും കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ മില്ലറ്റ് വെച്ച് ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യാനാണ്. കാരണം മില്ലറ്റ് പുതിയതാണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന ഇഡ്ഡലി ദോശയിൽ നിന്നും കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്തായാലും ടേസ്റ്റ്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കുന്നതാണ് നല്ലത്. നമ്മുടെ ബാറ്റർ നന്നായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കോയമ്പത്തൂർ ഇപ്പോൾ ഈ സമയത്ത് നല്ല തണവാണ്. അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട്. 7-8 മണിക്കൂർ എടുക്കും പൊന്തി വരാനായിട്ട്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ 7-8 മണിക്കൂർ കഴിഞ്ഞു. ഇവിടെ കുറച്ച് തണവ് കൂടുതലുള്ള കാരണം അത്ര നന്നായിട്ട് പൊന്തിയിട്ടൊന്നുമില്ല മാവ്, എന്നാലും പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഇളക്കി ഇനി നമുക്കിത് വെച്ച് ദോശ തയ്യാറാക്കിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയും ചെയ്തെടുക്കാം. ഇഡ്ഡലിയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കമ്പ് വെച്ചിട്ട്, അതുകൊണ്ട് ഞാൻ ദോശയാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശ തയ്യാറാക്കിയെടുക്കാം. മില്ലറ്റിൻ്റെ ദോശയുടെ കൂടെയൊക്കെ ഞാനെപ്പോഴും ചമ്മന്തിക്കാളും കറികളാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ അധികം അറിയില്ല, അവർ കഴിച്ചോളും ധൈര്യമായിട്ട്. നെയ്യ് ഇതുപോലെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശകളും ചെയ്തെടുക്കാം. മലയാളത്തിൽ കമ്പ് എന്ന് പറയുന്ന ബാജ്ര അല്ലെങ്കിൽ പേൾ മില്ലറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഹെൽത്തി സ്നാക്കാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. മറ്റൊന്നല്ല, ഒരു ഹെൽത്തി ലഡു. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കേടാവാതെ ഇരുന്നോളും. കുട്ടികൾക്കാണെങ്കിൽ സ്നാക്ക് ബോക്സിലും കൊടുത്തയക്കാം, വലിയവർക്കും കഴിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. ആദ്യം ചുവട് കെട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് കമ്പ് പൊടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ മാറ്റങ്ങൾ വരുത്താം. ഇതിപ്പം മുളപ്പിച്ച കമ്പിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ അടുത്തൊരു ഓർഗാനിക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ്. അപ്പം അവരുടെ ഈ മുളപ്പിച്ച കമ്പ് പൊടി ആമസോണിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് വറുത്തെടുക്കണം. ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറി ഒരു നല്ല റോസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വരും. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി. ഒരു 10 മിനിറ്റിൻ്റെ അടുത്തായി ഞാൻ ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ ഇത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇനി അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഗൂൺസ് എന്ന് പറയും. നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്നതാണ് തണുവ് കാലത്ത്.
അപ്പോൾ ഇത് ഞാൻ ലഡുവിലൊക്കെ ചേർക്കാനായിട്ട് ഈ തണുകാലത്ത് വാങ്ങാറുണ്ട്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ ചേർക്കുന്നതാണ്. ചേർക്കണം എന്നൊരു നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ചേർത്തില്ലെങ്കിലും ഇതേ രീതിയിൽ ലഡു ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം ഇതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ എല്ലുകൾക്കുടെ ശക്തിക്കൊക്കെ വളരെ നല്ലതാണ്. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. അപ്പം ഇതുപോലെ ചൂടായി വരുമ്പോൾ ഇങ്ങനെ പഫായിട്ട് വരും. നമുക്കിത് കൈ കൊണ്ടൊക്കെ പൊട്ടിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് മിക്സിയിലിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടിയിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. നമുക്കിത് തന്നെ കഴിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ലഡുവിലൊക്കെ ചേർത്തിട്ടേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതും വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം വാങ്ങണം എന്നുള്ളവർക്ക്. പക്ഷെ തണുകാലത്താണ് ഇത് കഴിക്കാം. അപ്പം ഇത് നന്നായിട്ട് റോസ്റ്റായി വരണം. ഇതും ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടിയും നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇതും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പോലെ വറുത്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കാണെങ്കിലും അതെ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒരു ലഡുവാണ്. കപ്പലണ്ടി ഒരുവിധം റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ആൽമണ്ട്സ് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടും റോസ്റ്റായി വന്നു. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി ചൂടായി കിടക്കുന്നത് കൊണ്ട് തന്നെ എള്ളൊക്കെ പെട്ടെന്ന് പൊട്ടി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊക്കെ കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതൊന്ന് ചൂടാറി വരട്ടെ. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് മധുരത്തിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് പനഞ്ചക്കരയാണ്. അപ്പം അത് 1 കപ്പ്, 1 കപ്പിനും കൂടുതലുണ്ടാവും ഇത്. അപ്പം അത് ചേർത്ത് അതിലേക്ക് ഒരു 1.5 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പനഞ്ചക്കര ഒന്ന് അലിഞ്ഞു വരണം. ആ നേരം കൊണ്ട് നമ്മൾ മാറ്റി വെച്ച നട്ട്സ് ഗൂന്തും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. നമ്മുടെ പനഞ്ചക്കര നന്നായിട്ടൊന്ന് അരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം കൊണ്ട്. പനഞ്ചക്കര ഇല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. പനഞ്ചക്കരയാണ് നല്ലത് ശർക്കരയെക്കാളും. അപ്പോൾ ആ പനഞ്ചക്കര നന്നായി അലിഞ്ഞു വന്നപ്പോൾ ഞാനൊന്ന് അരിച്ചെടുത്തു അരിപ്പയിലൂടെ. എന്നിട്ട് വീണ്ടും ആ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തു. പൊടിച്ചു വെച്ച നട്ട്സിൻ്റെ മിക്സ് നിങ്ങൾക്ക് കടിക്കാൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഭയങ്കര നൈസായിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ കുറച്ച് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. പനഞ്ചക്കരയിലേക്ക് ചേർത്ത് കൊടുത്തു. കമ്പിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്കാപ്പൊടി വേണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. ചുക്കുപൊടിയോ ഏലക്കയോ ഏതെങ്കിലും വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏറ്റവും സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇതുപോലെ നന്നായി മിക്സായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ചെറുതായിട്ട് ചൂടാറി വരട്ടെ. അതിനുശേഷം വേണം നമുക്കിത് ലഡു ആക്കി എടുക്കാൻ. അപ്പോൾ ഇത് ചെറുതായി ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിത് കൈകൊണ്ട് ഇതുപോലെ ലഡു ആക്കി എടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ചൂടാറാൻ വെയിറ്റ് ചെയ്താൽ ഇത് നല്ല ഹാർഡാവും. ചിലപ്പോൾ നമുക്കിതുപോലെ ലഡു ആക്കി എടുക്കാൻ പറ്റില്ല. ചെറു ചൂടുള്ളപ്പോൾ തന്നെ ലഡു ആക്കി എടുക്കുന്നതാണ് നല്ലത്. കമ്പ് ലഡു റെഡി ആയിട്ടുണ്ട്. ഏത് മില്ലറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് സ്നാക്കായിട്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.